2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ബി.ജെ.പി. മൂന്നാം തവണയും അധികാരം പിടിച്ചെടുക്കുമോ? അതോ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമോ? ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേ ഫലം യുണീക്ക് മീഡിയ പുറത്തുവിടുന്നു. ഉത്തർപ്രദേശിൽ ആകെയുള്ള 80 ഇടങ്ങളിൽ 29 ഇന്ത്യ മുന്നണി വിജയിക്കുമ്പോൾ 51 NDA വിജയിക്കുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിലെ 48 23 ഇന്ത്യ മുന്നണിയും 25 NDA മുന്നണിയും വിജയിക്കും. 2019 ഇത്തവണ മഹാരാഷ്ട്രയിൽ ആവർത്തിക്കില്ല എന്നും ഈ സർവേ സൂചിപ്പിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ 42 30 ഇന്ത്യ മുന്നണിയും 12 NDA മുന്നണിയും നേടും. പശ്ചിമ ബംഗാളിലും ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റം സാധ്യമാകും. ബീഹാറിൽ ആകെയുള്ള 40 28 ഇന്ത്യ മുന്നണിയും 12 NDAയും നേടും. തമിഴ്നാട്ടിലെ 39 29 ഇന്ത്യ മുന്നണിയും 10 മാത്രം NDA മുന്നണിയും നേടും. മധ്യപ്രദേശിലെ 29 14 ഇന്ത്യ മുന്നണിയും 15 NDA മുന്നണിയും നേടും. മധ്യപ്രദേശിൽ ശക്തമായ ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. കർണാടകയിലെ ആകെയുള്ള 28 20 സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ 8 സീറ്റ് മാത്രമാണ് NDA നേടുക. 2019 25 എന്ന ഒരു വലിയ സംഖ്യ ഇത്തവണ ബി.ജെ.പിക്ക് നേടാൻ സാധിക്കില്ല. ഗുജറാത്തിലെ 26 ആകെ 10 സീറ്റ് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ 16 NDA വിജയിക്കുമെന്നും ഈ ഒരു അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്ന ആന്ധ്രാപ്രദേശിൽ 4 ഇന്ത്യ മുന്നണി വിജയിക്കുമ്പോൾ 2 മാത്രമാണ് NDA മുന്നണി വിജയിക്കുന്നത്. 19 മറ്റുള്ളവർ വിജയിക്കുമെന്നും ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നുണ്ട്. രാജസ്ഥാനിലെ 25 13 ഇന്ത്യ മുന്നണിയും 12 ബി.ജെ.പിയും വിജയിക്കുമെന്നാണ് ഈ ഒരു സർവേ പ്രവചിക്കുന്നത്. ഒഡീഷയിലെ 21 2 ഇന്ത്യ മുന്നണിയും 2 NDA മുന്നണിയും വിജയിക്കും. അതേസമയം മറ്റുള്ളവർ അവിടെ 17 മണ്ഡലങ്ങളിൽ 17 വിജയിക്കുമെന്നും സൂചിപ്പിക്കുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 20 ഇന്ത്യ മുന്നണി വിജയിക്കും. ഇത്തവണയും കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു സർവേ പ്രവചിക്കുന്നത്. തെലങ്കാനയിൽ ആകെയുള്ള 17 15 ഇന്ത്യ മുന്നണി നേടുമ്പോൾ 2 മാത്രമായിരിക്കും NDA മുന്നണിക്ക് നേടാൻ സാധിക്കുക. അസമിലെ 14 8 ഇന്ത്യ മുന്നണിയും 6 NDA മുന്നണിയും നേടുമെന്നും ഈ അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നുണ്ട്. പഞ്ചാബിലെ 13 10 ഇന്ത്യ മുന്നണിയും 3 NDA മുന്നണിയും നേടുമെന്നും ഈ ഒരു സർവേ പറയുന്നു. നേരത്തെ ലോക്പോൾ സർവേയിൽ പഞ്ചാബ് മുഴുവനും ഇന്ത്യ മുന്നണി നേടും എന്നായിരുന്നു പ്രവചിച്ചത്. ഛത്തീസ്ഗഡിലെ 11 7 ഇന്ത്യ മുന്നണിയും 4 NDA മുന്നണിയും നേടും. ഹരിയാനയിൽ 5 വീതം സീറ്റുകളായിരിക്കും ഇരു മുന്നണികളും നേടുക എന്നും ഈ ഒരു അഭിപ്രായ സർവേ പറയുന്നുണ്ട്. ഡൽഹിയിലെ 7 4 ഇന്ത്യ മുന്നണിയും 3 NDA മുന്നണിയും നേടുമെന്നും ഈ സർവേ സൂചിപ്പിക്കുന്നുണ്ട്. ജമ്മുകാശ്മീരിലെ ആകെയുള്ള 5 4 ഇന്ത്യ മുന്നണിയും 1 NDA മുന്നണിയും നേടും. ഉത്തരാഖണ്ഡിലെ 5 3 2 എന്ന അനുപാതത്തിലായിരിക്കും വിജയിക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ ആകെയുള്ള 4 ഇന്ത്യ മുന്നണി നേടും. ഇന്ത്യ മുന്നണി മണിപ്പൂരിലും ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ല. 2 ഇന്ത്യ മുന്നണി. അരുണാചൽ പ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും സൂചിപ്പിക്കുന്നുണ്ട്. മേഘാലയയിലെ 2 1 1 എന്ന അനുപാതത്തിലും ത്രിപുരയിൽ 2 1 1 എന്ന അനുപാതത്തിലുമായിരിക്കും. ഗോവയിൽ 2 2 ഇന്ത്യ മുന്നണി നേടുമെന്നും ഈ അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നുണ്ട്. മിസോറാമിലെ ആകെയുള്ള ഒരു സീറ്റിൽ NDA വിജയിക്കുമെന്നും നാഗാലാൻഡിലെയും സിക്കിമിലെയും ഓരോ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് ഈ ഒരു സർവേ പ്രവചിക്കുന്നത്. സിക്കിം നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കില്ലെന്നും ഈ സർവേ പ്രവചിക്കുന്നുണ്ട്. ആകെയുള്ള 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 3 ഇന്ത്യ മുന്നണിയും 3 NDA മുന്നണിയും വിജയിക്കുമെന്നുമാണ് ഈ ഒരു സർവേ പ്രവചിക്കുന്നത്. ഏതായാലും ഇത്തവണ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ മാധ്യമങ്ങൾ നടത്തിയ ഈ ഒരു സർവേയിൽ ആ സർവേ പ്രകാരം 292 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമ്പോൾ 201 മാത്രമാണ്